ഈ ശബരീഷ്, കൃഷ്ണശങ്കർ, ഷറഫുദ്ദീൻ ഇവരൊക്കെ എപ്പോഴാ വന്നു ചേരുന്ന ജീവിതത്തിലേക്ക്? ഗോപൂസ് തന്നെ. ആ കിച്ചുവിനെയൊക്കെ നേരത്തെ അറിയാം. കിച്ചു എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്. അപ്പം അന്ന് പോലെ അറിയാം, ഫാമിലി ആയിട്ട് അറിയാം. നമ്മുടെ ഇവരൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമിലിപരമായിട്ട് അറിയാം. അടുത്തടുത്താണ് വീടുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ കിച്ചുവിൻ്റെ ചേട്ടൻ ബാലു ഇവരൊക്കെ അറിയാം. കിച്ചുവൊക്കെ അന്നേ സ്റ്റാറാണ്. മറ്റേ സ്കൂളിൽ മറ്റേ കോളറൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള മറ്റേ പരിപാടിയാണ്. ഷാറൂഖ് ഖാൻ ലൈൻ പരിപാടി സാധനങ്ങളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന നന്നേ സ്റ്റാറാ. ഞാനൊക്കെ ഭയങ്കര ബഹുമാനത്തോടെ ഭയങ്കര ആരാധനയോടെ നോക്കിക്കണ്ടിരുന്ന ആളാണ്. പഠിത്തമൊന്നുമില്ല, പഠിത്തം പരിപാടികളൊന്നുമില്ല. നമ്മൾ പഠിത്തമില്ല, മറ്റേ അടിപിടി പരിപാടി ഒന്നുമില്ല. നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ്. മറ്റേ ഇടി നൈസ് പരിപാടികളും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരുന്നു സ്കൂളിൽ. അങ്ങനത്തെ ഷൈൻ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ടാവല്ലോ. കൂട്ടത്തിലെ ഫ്രീക്കനപ്പ കൃഷ്ണശങ്കര കൂട്ടത്തിൽ അന്നായിരുന്നു. ഇന്ന് ചെറിയൊരു തന്തവന് അവൻ്റെ അടുത്ത് ഞങ്ങൾ ഇറങ്ങണ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അല്ല, അവൻ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലി അങ്ങനത്തെ ഒരു സാധനമായിട്ട് പിടിച്ചു വെക്കുകയാണ്. പണ്ട് അർമാദിച്ചതിൻ്റെ ഇപ്പം ഒന്ന് ഒതുങ്ങിയേക്കുന്നതാണ്. ഇല്ല, ഇപ്പോഴും ഈ പറയുന്ന പോലെ ഭയങ്കര എൻ്റർടൈനറാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കൊന്നും അങ്ങനെ സംസാരിച്ച പല ലൈക്ക് പ്രസന്റേഷൻ ഉണ്ടല്ലോ, പ്രസന്റ് രീതി. കഥ പറഞ്ഞ് പ്രസന്റ് ചെയ്യുക, മസാലയൊക്കെ ഇട്ട് പൊടിപ്പും തങ്ങളോടുകൂടിയൊക്കെ പറയാൻ തന്നെ അത് വർക്കാണല്ലോ. എല്ലാ പരിപാടികളും പറയുന്ന പരിപാടികളൊക്കെ അത് വിശ്വസിക്കും. അത് വിശ്വസിക്കുന്നില്ല, അവൻ അങ്ങനെയായിരുന്നു എന്നൊക്കെ വിശ്വസിച്ചേ പറ്റുള്ളൂ എന്നൊക്കെ. അത്രയും കഴിവുള്ളവനായിരുന്നു. ഈ പോഡ്കാസ്റ്റൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ പരിപാടി ഇറക്കുന്നൊക്കെ. പക്ഷെ ഭയങ്കര രസമാണ്. ഭയങ്കര കൂട്ടത്തിൽ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്ന ആളായിരുന്നു. ഷറഫും ഭയങ്കര ഇതായിരുന്നു. ശബരി കഥാപ്രസംഗമായിരുന്നു. ശബരീഷ് അന്ന് ഇത്രയും മൾട്ടി ടാലന്റ് ആയിരുന്നു. ഈ പാട്ട് എഴുതുക, പാട്ട് പാടുക, അത്രയും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ്. അതെ, അന്നും എന്തൊക്കെയോ വരികളുണ്ടായിരുന്നു. എന്തൊക്കെയോ വരികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിവരമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് തള്ളും. ഞാനൊക്കെ വിശ്വസിച്ചു. പക്ഷെ അൽഫോൺസ്, കിച്ചു, ഷറഫ് ഇവരൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തള്ളെല്ലാം നടക്കില്ല. അതൊക്കെ എങ്ങനെയാണ് പറ്റിച്ചത്? മറ്റേ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി ഒരു പടം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി ഇറക്കിയിട്ട് ഇവർ MESൽ ഒരുമിച്ച് പഠിച്ചത്. കോളേജ് ഇവർ ഒരുമിച്ച് ചെയ്തത്. ഞാൻ ബാംഗ്ലൂർക്ക് പോയല്ലോ. ഞാൻ ഭയങ്കര ലാംഗ്വേജിൽ ഇംപ്രൂവൈസ് ചെയ്യാനും ഭയങ്കര എക്സ്പോഷർ കിട്ടാൻ ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. ഇവരിവിടെ ഇവിടെ എല്ലാം പഠിച്ചു മതിയായിരുന്നു. അങ്ങനത്തെ പരിപാടികളൊന്നും ഇവരുടെ അടുത്ത് നടക്കൂല. ഷറഫ് അതുപോലെ കിച്ചു, അൽഫോൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കൊന്നുമില്ല. അപ്പം അന്നേ ഇവൻ ഈ പറഞ്ഞ പോലെ കുറേ പരിപാടികളുണ്ട്. അന്നവൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ പറയുന്ന സിനിമയോട് ചേർന്ന് നിൽക്കാന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അന്ന് SI പഠിക്കാൻ പോയതും കാര്യങ്ങളും. അപ്പോൾ ഇവരൊരുമിച്ചാണ് ഡിഗ്രി ചെയ്യുന്നത്, കിച്ചു, ശബരി, അൽഫോൺസ്. അപ്പം അന്ന് ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നല്ല ബന്ധമുണ്ട്. ഞാൻ അൽഫോൺസ് ആയിട്ടുള്ളൂ കണക്ഷൻ. വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പാരിഷും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവമായിരിക്കും ഈ പറയുന്ന കമൽഹാസനും അങ്ങനെ തള്ളിയതായിരിക്കും. ഞാൻ ആ സമയത്തില്ല, ഞാൻ വളരെ വൈകിയാണ്. 2009 ഇവർ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഞാനും ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടാണ് സിനിമാപരമായിട്ട് ഒരുമിച്ച്. ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്ന 2009 എനിക്ക് അഭിനയിക്കണം എന്നുള്ളൊരു പരിപാടി പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവരുടെ കൂട്ടത്തിൽ കയറുന്നത്. ശബരീഷ് അല്ലേ ഈ തൃഷയ്ക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്റെ വെണ്ണേത്താണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ കൂട്ടത്തിന്റെ ഇടയിൽ ഭയങ്കര വലിയ ന്യൂസും ഭയങ്കര അച്ചീവ്മെന്റ് ഒക്കെ ആയിരുന്നോ? എനിക്ക് അറിയില്ല. ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താന്ന് പോലും എനിക്ക് അതൊന്നും അറിയില്ല. അങ്ങനത്തെ രീതിയിലൊക്കെ ഇവൻ എന്തോ ചെന്നൈയിൽ സിനിമയുടെ എന്തോ പരിപാടിയാന്നുള്ളത് അറിയാം. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണ്, അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് എന്താണ്, സൗണ്ട് ഡിസൈൻ എന്താണ്, ഇതൊന്നും അന്ന് അറിയില്ല. സിനിമ അറിയാം, കുറെ കാണാനറിയാം, അല്ലാതെ ഇതിൻ്റെ ബാക്കി ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളും അറിയില്ല. ഈ മലർവാടി കഴിഞ്ഞിട്ടേ മലർവാടിയിലെ ആളുകൾ ഒരു മാസ് അപ്പീലിൽ കുറച്ച് ആളുകളെ നോട്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സിനിമകൾ കിട്ടാൻ വേണ്ടി സിജു എന്താ ചെയ്തിരുന്നത്? മലർവാടിയിൽ മാസ് അപ്പീലിൽ നോട്ടീസ് ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തുന്ന റോളല്ലേ? ഭീഷണിപ്പെടുത്തുന്ന റോളാണ്. പക്ഷെ മാസപ്പീൽ അതൊന്നുമില്ല. ലാലേട്ടനെ പറ്റി പറയുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ക്ലാപ്സ് കിട്ടി. ലാലേട്ടൻ ഫാനായിട്ട്
ഉള്ളതുകൊണ്ട് ഞാനത് അതിന് ക്ലാസ് ഇല്ല. അല്ലാണ്ട് മാസപ്പീലൊന്നുമില്ല. ലാലേട്ടനുള്ള മാസപ്പീലിനായിരിക്കും ചിലപ്പോൾ. എനിക്ക് ചിലപ്പോൾ ഒന്നല്ല, അതിനാണ് എനിക്ക് കൈയടി കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര റെക്കഗ്നൈസ് ചെയ്തിട്ട് സിനിമയിൽ അഭിനയിച്ചല്ലോ ആദ്യമായിട്ട്. സാധാരണ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സ് അന്ന് അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര എന്താ പറയുക അപ്രീസിയേഷനും, അതുപോലെ തന്നെ എല്ലാവരും വന്ന് റെക്കഗ്നൈസ് ചെയ്ത് കൊള്ളാം, അടിപൊളി, നന്നായി എന്നൊക്കെ പറഞ്ഞ മോട്ടിവേഷൻ. കുറച്ച് കഴിഞ്ഞിട്ട് സിനിമയൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഒന്നും ഇല്ലല്ലേ, സിനിമയില്ലേ, അങ്ങനത്തെ ചോദ്യം. അപ്പം ഞാൻ അയ്യോ, സിനിമയിൽ അഭിനയിച്ചും പോയി, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എറണാകുളത്ത് നടന്നേക്കുന്ന എല്ലാ ഓഡീഷനും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഓഡീഷനും ഉണ്ടായിരുന്നു. സുധി കോപ്പായിരുന്നു അതിന്റെ പ്രസിഡന്റ്. സുധീനൊക്കെ ഞാൻ ഓഡീഷൻ വന്നിട്ടാണ് പരിചയപ്പെടുന്നത്. സുധി അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കണത്. സുധി അന്ന് വരും, ഒന്നും യുവാവായിട്ട് ബൈക്കിനൊക്കെ വന്നിട്ട്. പുള്ളിയും ഭയങ്കര എന്റർടൈനറാണ്, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ ഏറ്റവും വലിയ ടൈം പാസ് സുധിയായിരുന്നു. സുധി വന്നിട്ട് ഇങ്ങനെ കുറെ, പുള്ളിക്ക് അപ്പം എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയി ഇന്ന് വർക്ക് ചെയ്ത് സിനിമയുടെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ പുള്ളി പറയും, നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യും. പിന്നെ വിറ്റാണ് പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നത്. പുള്ളി തന്നെ വിറ്റടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അന്ന് സുധി ഉണ്ട്. അപ്പം നന്ദനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മലർവാടിയിലുണ്ടായിരുന്നു. നന്ദനുണ്ണി, അതുപോലെ തന്നെ ശ്രീറാം രാമേന്ദ്രൻ, ദീപക് പറമ്പോൾ, പിന്നെ ഗോപൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ഗോപൻ രാമേന്ദ്രൻ. അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അതൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിത് ശീലമായി. ഒരു 4-5 ഓഡിഷൻ കഴിയുമ്പോഴത്തേക്കും ഇത് നടക്കാൻ പോകണമെന്നില്ല, എന്നാലും പ്രതീക്ഷയാണ്. നടക്കാൻ പോകണമെന്നില്ല, വെറുതെ ഉടായ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ബസ് പിടിച്ച്, ഗോപൻ പെരുമ്പാവൂരാണ്. അപ്പോൾ അവന് ഈ പറയുന്ന പോലെ ബൈക്കുണ്ട്. അപ്പോൾ അവൻ്റെ ബൈക്കിലാവുമ്പോൾ വരും. നമ്മൾ ഈ പറയുന്ന പോലെ നേരെ എറണാകുളത്ത് വരും. രഘുപുരത്ത് ലുക്മാൻസ് എന്ന് പറയുന്ന ഫാഷൻ ഇതുണ്ടായിരുന്നു, അവരുടെ ഓഡീഷനൊക്കെ അവിടെ വരും. അവിടെ എപ്പോഴും ഓഡീഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ നേരെ വരുന്നു. അപ്പോൾ ഒരു ലോഡ് പിള്ളേരുണ്ടാവും. നമ്മൾ സ്ഥിരമാണല്ലോ, നമ്മൾ സ്ഥിരമായതുകൊണ്ട് നമുക്കിതറിയാം എപ്പോഴാണ് നടക്കുന്നത്, എപ്പോഴായിരിക്കും പരിപാടി, വിളിക്കാൻ പോകുന്നത്, സാധനങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ മാറിയുന്ന അവിടെ ഭയങ്കര സൊറഞ്ഞിരിക്കലാണ്. കുറേ കഥകളും. സുധിയാണ് മെയിൻ. സുധി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളാണെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ ആദ്യമായിട്ട് വന്നവന്മാരുണ്ടോ അതിനകത്ത്, ഒരു കാര്യത്തിന് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ നിന്നൊക്കെ അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്ന്. അപ്പം നമ്മൾ കുഴപ്പമില്ല, ശീലമായിക്കോളും, അങ്ങനത്തെ രീതിയായിരുന്നു. കാരണം ഒരുപാട് ഫേക്ക് ഓഡീഷൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ. പൈസ ചോദിച്ചിട്ടുണ്ടോ? പിന്നെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്. 5 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിൽ ഈ സിനിമയിലെ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ആൾ നിങ്ങളാണ്. പക്ഷെ പറഞ്ഞ പോലെ ഇത്ര 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കതിൽ നായകനായിട്ട് ചെയ്യാം. പക്ഷെ വേറൊരു പയ്യൻ 5 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അവൻ ആപ്റ്റല്ല, അവൻ അത്ര ആപ്റ്റല്ല. അതുകൊണ്ട് നിങ്ങളാണ് കറക്റ്റ്, പെർഫെക്റ്റ്. 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യാം. എൻ്റെ പൊന്നെയാണ്ട, ഞാൻ പറയാ സിനിമയിലൊന്നും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് എടുക്കാൻ എന്തേലും 10 പൈസയില്ല. ഒരു 3 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നോക്കൂ, നിങ്ങൾ അത്ര ആപ്റ്റായതുകൊണ്ടാണ്. അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ചെയ്തില്ല. സിനിമ ഒന്നും നടന്നിട്ടൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ കാശ് പോയിട്ടുണ്ടാവും ഇതുപോലെ. ആരുടെങ്കിലും നല്ല ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട്. അങ്ങനെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ല. അങ്ങനത്തെ ഒരു ഇതന്നെയല്ല. കാശ് ഉണ്ടായിരുന്നില്ല ഒന്നാമത് പോകാനായിട്ട്, അതൊന്നാമത്തെ കാര്യം. ഒരുപാട് പേര് അങ്ങനെ ഫേക്ക് പരിപാടികളിലുമായിട്ട് ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് അത്രയും ക്രേസാണ്. നമ്മൾ വെറുതെ പറയുന്നല്ല. അതായത് 199 പേർക്കും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു പോയി കഴിഞ്ഞാൽ എല്ലാവരും അഭിനയിക്കുക, ജീവിക്കുകയാണ്. ഫോൺ എടുത്ത് വെച്ചിട്ട് വീട്ടിലെ പരിപാടികളെല്ലാം കോണ്ടന്റുകളാണല്ലോ. അത്രയും ആഗ്രഹവും താല്പര്യമുള്ളതുകൊണ്ട് എല്ലാവരും സ്വയം സിനിമകളും അല്ലെങ്കിൽ കോണ്ടന്റുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലർവാടി ഡേയ്സ് ഉണ്ടല്ലോ, നിങ്ങൾ തന്നെ സ്കിറ്റുകളൊക്കെ പെർഫോം ചെയ്ത, നിങ്ങൾ തന്നെ സ്വയം നടന്മാരായിട്ട് ആദ്യം കുറെ പ്രിപ്പയർ ഒക്കെ ചെയ്ത സമയം, അത് എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഒരു പ്രോപ്പർ വർക്ക്ഷോപ്പ് ഒക്കെ പോലെ? അതെ, പ്രോപ്പർ പക്ക വർക്ക്ഷോപ്പായിരുന്നു. കാരണം 3 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. 3 ദിവസത്തെ വർക്ക്ഷോപ്പായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഡീഷൻ കഴിഞ്ഞ് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ക്യാമ്പിന് വേണ്ടി വിളിക്കണം. വിനീത് തന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞത്, ഇങ്ങനെ
3 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്, അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ, ഓക്കെ ആണോ? ഓക്കെ. എന്നിട്ട് നമ്മൾ ഒരു 10-22 പേരുണ്ടായിരുന്നു അന്ന്. അപ്പം നമ്മൾ 22 പേരെ 4 പേരും 3 പേരൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ കോണ്ടന്റ് തയ്യാറാക്കുക, പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം. എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡയലോഗ്സ് നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ആ ഡയലോഗ്സ് മാറാതെ, ഒരു ഇതുപോലും മാറാതെ എന്താണ് എഴുതി വെച്ചേക്കുന്ന ഡയലോഗ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് എഴുതി വെക്കാം, പക്ഷേ എഴുതി വെച്ച സാധനം അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യണം. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കല്ലേ, ക്രിയേറ്റീവായിട്ട് നമ്മളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ഇൻവോൾവ് ആണ് ക്രിയേറ്റീവായിട്ട്. നിവിൻ ഉണ്ടായിരുന്നു, മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ നിതിൻ എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. മുരളീകൃഷ്ണൻ വിനയൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചാണ്. നമ്മുടെ രഘുവിൻ്റെ സ്വന്തം റസിയ എന്ന് പറഞ്ഞ സിനിമയുടെ നായകനാണ്, ശിവതയുടെ ഹസ്ബൻഡാണ്. മുരളി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരായിരുന്നു. ഞാൻ, നിവിൻ, മുരളി, പിന്നെ നിതിൻ എന്ന് പറഞ്ഞൊരു പയ്യുണ്ട്. അവനിപ്പോൾ നിതിൻ എന്ന് പറഞ്ഞ പയ്യൻ ദുബായിലോ അബ്രോഡ് എന്തോ വർക്ക് ചെയ്യാണ്. ഞങ്ങൾക്ക് പിന്നെ സിനിമയിലെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന പരിപാടിയും ഉണ്ടായിരുന്നു. ഞങ്ങളതിന് മറ്റേ കുഞ്ഞിൻ്റെ പേര് മല ആ സാധനമായിരുന്നു. അതെ, നിവിനായിരുന്നു തിലകൻ്റെ റോൾ ചെയ്തത്. അവൻ്റെ കാലൊടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ മറ്റേ പ്ലാസ്റ്റർ എന്തൊക്കെയാണ് മറ്റേ, അപ്പോൾ സ്റ്റിക്കൊക്കെ പിടിച്ചുകൊണ്ടാണ് മറ്റേ തിലകൻ്റെ ഇത് കൊടുത്തു. മുരളിയാണ് ലാലേട്ടൻ്റെ, ഞാൻ മണിയമ്പിള്ള രാജേട്ടനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ ആയിരുന്നു അത് അന്ന് ചെയ്ത്. എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു.